ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാതയുടെ ഗാർഡുകൾ തകർന്നു വീണു. ബീച്ചിൽ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അപകടം. 4 ഗർഡറുകൾ നിലംപതിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അപകടസ്ഥലം സന്ദർശിച്ചു. ദേശീയപാത ഉദ്യോഗസ്ഥരോട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി കളക്ടർ. ബലക്ഷയമുണ്ടെന്ന ആക്ഷേപത്തിൽ വിശദ പരിശോധന നടത്തുമെന്നും കളക്ടർ പ്രതികരിച്ചു. നമ്മളിപ്പോൾ ഈ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള ഇന്ത്യ മൊത്തം പണി നടക്കുന്നതാണ്. എല്ലായിടവും പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിസൈനുകളും അതിൻ്റെ മെറ്റീരിയൽസ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി അപാകതം നോക്കാം, പരിശോധിക്കാം നമുക്ക് കേട്ടോ. രാഷ്ട്രീയമുണ്ടെന്ന് നോക്കാം നമുക്കത് ഇതൊക്കെ ഒരു വലിയ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൂടെ പറയാം. പറഞ്ഞത് എഞ്ചിനീയറിംഗ് ഒരു കോൺട്രാക്ടർ ഡിസൈൻ കൊടുക്കുന്നു, അത് കൺസൾട്ടൻസി വിങ് അത് എറ്റ് ചെയ്യുന്നു, അത് ഇവർ NH തന്നെ പറയുന്ന കൺസൾട്ടൻസി വിങ് ആ കൺസൾട്ടൻസി കൊടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ NH നാഷണൽ ഹൈവേയുടെ പാർട്ടുകൾ അവർ വെറ്റ് ചെയ്തതിന് ശേഷമാണ് ഡിസൈൻ ഉപയോഗിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒന്നും നമ്മൾ പ്രത്യക്ഷം നമുക്ക് പറ്റത്തില്ല. അതൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമേ പറ്റത്തുള്ളൂ എന്താ സംഭവിച്ചുള്ളൂ, എന്ത് രീതിയിലാണ് ഇത് ഗാർഡർ. സാധാരണ നമ്മൾ ഗാർഡർ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് മറിയുന്നത്. ഇത് അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്. ലോഞ്ച് ചെയ്യുന്ന സമയത്തല്ല, ഇത് ഏകദേശം 7 ദിവസം മുമ്പ് ലോഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചെന്ന് നോക്കാം. ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ബൈപ്പാസിന്റെ നിർമ്മാണം വലിയ അനാസ്ഥയാണ് നടന്നിട്ടുള്ളത്. ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള ബലമായ സംശയമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അടർന്നു വീണ് നടക്കുന്ന ഈ കോൺക്രീറ്റ് കാണുമ്പോൾ അറിയാം ഇതിൽ ഉപയോഗിക്കേണ്ട കമ്പിയുടെ ഗുണനിലവാരത്തിൽ പോലും പരിശോധനകൾ ആവശ്യമാണ്. ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം നടക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇതിന് യാതൊരു ഏകോപനവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രവർത്തനങ്ങൾ ഇതിന്റെ തുടർപ്രവർത്തനം നടത്തണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അന്വേഷണം നടത്തി ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇത് തുടങ്ങാമൂ എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.